ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഉള്ളിയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേഗമാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചത് 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയതാണ് കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നീട്ടാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.